മുരളി, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ആർക്കും മദ്യ സേവ നടത്താത്തതാണ്, ഞാൻ കഴിക്കാത്തതാണ്. ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും കുടിച്ചതിന് ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളി കുടിച്ചത്. ഇൻസ്പെക്ടർ ബൽറാം, ഞാനും മുരളിയും കൂടെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഇമോഷണൽ ലോക്കുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ഒരു പടത്തിൽ സുഹൃത്തുക്കളായാലും ശരി ശത്രുക്കളായാലും ശരി ഒരു ഇമോഷണൽ ലോക്കുണ്ട്. അമരം കണ്ടാലും ഇൻസ്പെക്ടർ ബൽറാമിനുണ്ട് ശക്തമായ ഇമോഷണൽ ലോക്കുണ്ട്. അത്രത്തോളം ഒരു വികാരപരമായിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ മുരളിക്ക് ഞാൻ ശത്രുവായി. ഞാൻ എന്ത് ചെയ്തിട്ടാ ഒന്നും അറിയാം. പിന്നെ അങ്ങ് അകന്നകന്നകന്നു ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ല മനസ്സിൻ്റെ തന്നെയാണ് അതും. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ലോഹിതദാസിൻ്റെയൊക്കെ മരണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സ്നേഹത്തിലാണ്. ഇത് ഒരിക്കലും എന്താണെന്നറിയാത്തൊരു വ്യഥ ഇപ്പോഴുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് എന്തായിരുന്നു വിരോധം അതിനോട്? എൻ്റെ അടുത്ത് നമ്മൾ ഏതൊരു സിനിമയിലും എനിക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മുരളിയുടെ അടുത്ത് ടി വിക്കാരി ചെന്നപ്പോൾ മുരളി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മലയാളത്തിലെ ക്ലൗസ് കിൻസ്കിയാണ് മമ്മൂട്ടി. അക്കിര ദ റാത്ത് ഓഫ് ഗോഡ് എടുക്കുമ്പോൾ മുരട്ടനായ ക്ലൗസ് കിൻസ്കിയെ സംവിധായകൻ കാട്ടിക്കൊണ്ട് നടത്തിയതും അതുപോലെ മമ്മൂട്ടിയെ നമ്മൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ആളാണ്, പക്ഷേ ഗ്രേറ്റ് ആക്ടറാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് മുരളി. അല്ല, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് എന്തോ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ഒരു കാര്യമില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് പുള്ളിക്കും അഭിപ്രായം ഉണ്ടാവില്ല. പെട്ടെന്നാകുന്നു പോയി.